രാജ്യത്ത് പുതിയ ഫാസ്ടാഗ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫാസ്ടാഗ് ബാലൻസ് വാലിഡേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഈ മാറ്റം വാഹനത്തിൽ ഫാസ്ടാഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഉപയോക്താക്കൾക്കും ബാധകമാണ്. രാജ്യത്ത് പുതിയ ഫാസ്ടാഗ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതിനു പിന്നാലെ ടോൾ പ്ലാസ കടക്കുന്നവർ ഇനി മുതൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. വാഹനങ്ങളിലെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഇടപാട് നടത്താനാകില്ല. ബാലൻസ് ഇല്ലാതിരിക്കുക, KYC പൂർത്തിയാകാത്ത സാഹചര്യങ്ങൾ, ചേസ് നമ്പറും വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടാകുക തുടങ്ങിയ ഘട്ടങ്ങൾ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാവുന്ന സാഹചര്യങ്ങളാണ്. ടോൾ ബൂത്ത് എത്തുന്നതിന് 60 മിനിറ്റ് മുൻപ് ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് 10 മിനിറ്റിന് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നുവെങ്കിലും ഇടപാട് റദ്ദാക്കപ്പെടും. എന്നാൽ ടോൾ പ്ലാസ കടന്ന് 10 മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കാവുന്നതാണ്. നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നിയമം ലംഘിക്കുന്ന വാഹന ഉടമകളിൽ നിന്ന് സാധാരണ ടോൾ നിരക്കിന്റെ ഇരട്ടി എന്ന നിലയിലാകും പിഴ ഈടാക്കുക. അതേസമയം പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്ന് ഇന്നു മുതൽ ടോൾ ഈടാക്കും. 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് മാത്രമാകും ഇനി മുതൽ സൗജന്യമെന്നാണ് പുതിയ തീരുമാനം. പാസ് എടുക്കാൻ ഈ മാസം അവസാനം വരെ സമയം നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ടോൾ പിരിക്കാനുള്ള നീക്കം തടയുമെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്.